ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനു പി എസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 മെയ് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ്സാറ്റ് 8 എന്ന ഉപഗ്രഹം കണ്ടെത്തിയ ഗർത്തം ഏതാണ്? ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ. ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ നാസയുടെ ലാൻഡ്സാറ്റ് 8 എന്ന ഉപഗ്രഹം കണ്ടെത്തിയ ഗർത്തം ലൂണ ഇമ്പാക്റ്റ് ക്രേറ്റർ. നെക്സ്റ്റ്, ആദ്യ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്കിന് തുടക്കം കുറിച്ച ജെൻ റോബോട്ടിക്സ് ഏത് സംസ്ഥാനത്തു നിന്നുള്ള റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പാണ്? കേരളം. ആദ്യ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്കിന് തുടക്കം കുറിച്ച ജെൻ റോബോട്ടിക്സ് ഏത് സംസ്ഥാനത്തു നിന്നുള്ള റോബോട്ടിക്സ് സ്റ്റാർട്ടപ്പാണ്? ആൻസർ കേരളം. നെക്സ്റ്റ്, കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭാ സ്ഥാപനമായ യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം ആരാണ്? കരീന കപൂർ. കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭാ സ്ഥാപനമായ യൂണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസിഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ. നെക്സ്റ്റ്, കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഇനി ആദ്യമായിട്ട് മെട്രോ റെയിൽ നിലവിൽ വന്ന ജില്ല ഏതാണ്? എറണാകുളമാണ്. കൊച്ചിയിലാണ് ഈ ഒരു മെട്രോ റെയിൽവേ നിലവിൽ വന്നത്. ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ റെയിൽ നിലവിൽ വരുന്ന ജില്ല തിരുവനന്തപുരം, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം ഏതാണ്? കാങ്കസന്തൂറെ തുറമുഖം. കാങ്കസന്തൂറെ തുറമുഖം. ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കയിലെ തുറമുഖം കാങ്കസന്തൂറെ തുറമുഖം. നെക്സ്റ്റ്, കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാംഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതാണ്? ഓൾ വി ഇമേജിങ് ആസ് ലൈറ്റ്. ഓൾ വി ഇമേജിങ് ആസ് ലൈറ്റ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 30 വർഷത്തിനു ശേഷം മികച്ച ചിത്രത്തിനുള്ള പാംഡിയോർ പുരസ്കാരത്തിന് മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് ഓൾ വി ഇമേജിങ് ആസ് ലൈറ്റ്. നെക്സ്റ്റ്, എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമ ഏതാണ്? ടെൻസിംഗ്. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ടെൻസിംഗ്. നെക്സ്റ്റ്, ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? നേപ്പാൾ. ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് നേപ്പാൾ. നെക്സ്റ്റ്, 2024 വനിതാ T20 മത്സരത്തിന് വേദിയാകുന്ന രാജ്യം? ബംഗ്ലാദേശ്. 2024 വനിതാ T20 മത്സരത്തിന് വേദിയാകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത്, ഇംഗ്ലണ്ട്. നെക്സ്റ്റ്, ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം? മെയ് 25. ലോക ഫുട്ബോൾ ദിനം ആയിട്ട് ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം ഏതാണ്? മെയ് 25, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഏപ്രിലിൽ പ്രളയത്തിൽ തകർന്ന കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം? കെനിയ. 2024 ഏപ്രിലിൽ പ്രളയത്തിൽ തകർന്ന കിജാബെ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യം കെനിയ. നെക്സ്റ്റ്, 2024 ഏപ്രിലിൽ ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന ചിത്രം ആരുടേതാണ്? രാജാ രവിവർമ്മ. 2024 ഏപ്രിലിൽ ലേലം ചെയ്യപ്പെട്ട മോഹിനി എന്ന ചിത്രം വരച്ചത് ആരാണ്? രാജാ രവിവർമ്മ, ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം ഏതാണ്? പലമത സാരവുമേകം. പലമത സാരവുമേകം, ഓർത്തുവയ്ക്കുക. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥം പലമത സാരവുമേകം. നെക്സ്റ്റ്, 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ചിലി. 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ചിലി. നെക്സ്റ്റ്, 2024 സത്യജിത് റേ പുരസ്കാരം നേടിയ മലയാള സിനിമാ നടി ആരാണ്? ഷീല. 2024 സത്യജിത് റേ പുരസ്കാരം നേടിയ മലയാള സിനിമാ നടി ഷീല.
നെക്സ്റ്റ് 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രഭാവർമ്മ. 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. നെക്സ്റ്റ് കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം ഏതാണ്? മാരിച്ച്. കപ്പലുകളെ തകർക്കുന്ന ബോംബുകളെ കണ്ടെത്താനും നിർവീര്യമാക്കാനും കെൽട്രോൺ നിർമ്മിച്ച സംവിധാനം ഏതാണ്? മാരിച്ച്. നെക്സ്റ്റ് 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ 2ാമത്തെ കവിതാ സമാഹാരം ദലമർമരങ്ങൾ. 2024 മെയ്യിൽ പ്രകാശനം ചെയ്ത മലയാള സാഹിത്യ സമിതിയുടെ 2ാമത്തെ കവിതാ സമാഹാരം ദലമർമരങ്ങൾ. നെക്സ്റ്റ് 2024 ലോകമാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം. നോർവേ. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ് 2024 നേടിയ AI അവതാരക ആരാണ്? സന. ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ്റെ ഗ്ലോബൽ മീഡിയ അവാർഡ്സ് 2024 നേടിയ AI അവതാരകയാണ് സന. നെക്സ്റ്റ് 2024 ICC പുരുഷ 2020 ലോകകപ്പ് വേദി വെസ്റ്റ് ഇൻഡീസ് യു എസ് എ. നെക്സ്റ്റ് 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി ആരാണ്? പ്രതിഭ റായിയാണ്. 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി പ്രതിഭ റായി. നെക്സ്റ്റ് 2024 ONV യുവസാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ദുർഗ പ്രസാദ്. 2024 ONV യുവസാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് ദുർഗ പ്രസാദ്. നെക്സ്റ്റ് അടുത്തിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ പൂവ് ഏതാണ്? അരളിപ്പൂവ്. അടുത്തിടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ പൂവാണ് അരളിപ്പൂവ്. അരളിപ്പൂവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? നെറിയം ഒലയാണ്ടർ, അതുപോലെ നെറിയം ഇൻഡിക്കം എന്നൊക്കെയാണ് അരളിപ്പൂവിൻ്റെ ശാസ്ത്രീയ നാമം. ഏതൊക്കെയാണ്? നെറിയം ഒലയാണ്ടർ അല്ലെങ്കിൽ നെറിയം ഇൻഡിക്കം. ഓക്കെ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആരാണ്? നിഖിൽ കാമത്ത്. ഫോബ്സ് ബില്യണേഴ്സ് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ആരാണ്? നിഖിൽ കാമത്ത്. നെക്സ്റ്റ് പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. പ്രൊഫസർ പി രഘുരാമൻ നായർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റ് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. നെക്സ്റ്റ് 2024 വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? മലപ്പുറം, കോഴിക്കോട്. 2024 വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ലകളാണ് മലപ്പുറം, കോഴിക്കോട്. നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? പൂനെ. നെക്സ്റ്റ് എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? സിംബാബ്വെ. എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ വരൾച്ചയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് സിംബാബ്വെ. നെക്സ്റ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? മണിപ്പൂർ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ വീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മണിപ്പൂർ. നെക്സ്റ്റ് 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 വേദി എവിടെയാണ്? അസർബൈജാനിലെ ബാക്കുവിലായിരുന്നു. ബാക്കു. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 വേദിയാണ് അസർബൈജാനിലെ ബാക്കു. ഓർത്തു വയ്ക്കുക. ഇനി 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP30 എവിടെയാണ്? ബ്രസീലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഒന്ന് ഓർത്തു വയ്ക്കുക. 2024 ലോക കാലാവസ്ഥാ ഉച്ചകോടി വേദി അഥവാ COP29 വേദി ബാക്കു, അസർബൈജാനിലെ ബാക്കു.
അതുപോലെ ഇനി 2025 ലോക കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP30 വേദി എവിടെയാണ്? ബ്രസീലാണ്. അതിൻ്റെ കൂടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം 2023 ലോക കാലാവസ്ഥാ ഉച്ചകോടി എവിടെ വെച്ചിട്ടായിരുന്നു? ദുബായിൽ വെച്ചിട്ടായിരുന്നു. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ്, അടുത്തിടെ അസ്ട്രാസെനെക്ക എന്ന കമ്പനി വിപണിയിൽ നിന്നും പിൻവലിച്ച കോവിഡ് വാക്സിൻ ഏതാണ്? കോവിഷീൽഡ്. അടുത്തിടെ അസ്ട്രാസെനെക്ക എന്ന കമ്പനി വിപണിയിൽ നിന്നും പിൻവലിച്ച കോവിഡ് വാക്സിനാണ് കോവിഷീൽഡ്. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? വൈശാലി രമേശ് ബാബു. ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ വനിത ആരാണ്? വൈശാലി രമേശ് ബാബു. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം 2022 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യം ഇന്ത്യ. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ ഫോർ മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം 2022 ഏറ്റവും കൂടുതൽ പ്രവാസി പണം ലഭിച്ച രാജ്യമാണ് ഇന്ത്യ. നെക്സ്റ്റ്, ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പൽ ഏതാണ്? ഫുജിയാൻ. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. നെക്സ്റ്റ്, 2024 മേയിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഗുസ്തി താരം ആരാണ്? ഹമിദ ബാനു. 2024 മേയിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ ഗുസ്തി താരം ഹമിദ ബാനു. നെക്സ്റ്റ്, 14ാമത് ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രാകേഷ് നാരായണൻ. ചിത്രം തണുപ്പ്. 14ാമത് ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരത്തിന് അർഹനായത് രാകേഷ് നാരായണൻ. ചിത്രം തണുപ്പ്. നെക്സ്റ്റ്, 2024 മേയിൽ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാനുള്ള നടപടിക്ക് ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. 2024 മേയിൽ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി കഞ്ചാവ് കൃഷി നിയമവിധേയമാക്കാനുള്ള നടപടിക്ക് ഒരുങ്ങുന്ന രാജ്യം പാകിസ്ഥാൻ. നെക്സ്റ്റ്, 2024 2020 ലോകകപ്പിനുള്ള അമേരിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റനായ ഇന്ത്യക്കാരൻ ആരാണ്? മോനാങ്ക പട്ടേൽ. 2024 2020 ലോകകപ്പിനുള്ള അമേരിക്കൻ ടീമിൻ്റെ ക്യാപ്റ്റനായ ഇന്ത്യക്കാരൻ മോനാങ്ക പട്ടേൽ. നെക്സ്റ്റ്, അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. അടുത്തിടെ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മറൈൻ സിങ്ക് ഹോൾ അഥവാ ബ്ലൂ ഹോൾ കണ്ടെത്തിയ കടൽ ഏത് രാജ്യത്താണ്? മെക്സിക്കോ. ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മറൈൻ സിങ്ക് ഹോൾ അഥവാ ബ്ലൂ ഹോൾ കണ്ടെത്തിയ കടൽ ഏത് രാജ്യത്താണ്? മെക്സിക്കോ. നെക്സ്റ്റ്, 2024 ഫെഡറേഷൻ കപ്പ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. 2024 ഫെഡറേഷൻ കപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് നീരജ് ചോപ്ര. നെക്സ്റ്റ്, 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KP രാമനുണ്ണി. അദ്ദേഹത്തിൻ്റെ ഹൈന്ദവം എന്ന കഥാസമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് KP രാമനുണ്ണി. അദ്ദേഹത്തിൻ്റെ ഹൈന്ദവം എന്ന കൃതിക്കാണ്, അത് ഹൈന്ദവം എന്ന കഥാസമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം ഏതാണ്? FWD-200B. FWD-200B. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200B. നെക്സ്റ്റ്, 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിത്സർ പുരസ്കാരം നേടിയ മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ്. ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ്. ഗാസയിലെ വംശഹത്യ റിപ്പോർട്ട് ചെയ്തതിനാണ് ഈ ഒരു മാധ്യമങ്ങൾക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ പുലിത്സർ പുരസ്കാരം നേടിയ മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? ന്യൂയോർക്ക് ടൈംസ്, റോയിട്ടേഴ്സ്. ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ 7000 വർഷം പഴക്കമുള്ള ചരിത്രാതീത വാസസ്ഥലം കണ്ടെത്തിയത് എവിടെയാണ്? സെർബിയ. അടുത്തിടെ 7000 വർഷം പഴക്കമുള്ള ചരിത്രാതീത വാസസ്ഥലം കണ്ടെത്തിയത് സെർബിയ. നെക്സ്റ്റ്,
2024 വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെ UN ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയ രാജ്യം ഖത്തർ. 2024 വരെയുള്ള കണക്കുകൾ പ്രകാരം ഭീകരതയ്ക്കെതിരെ UN ട്രസ്റ്റ് ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക നൽകിയ രാജ്യം ഏതാണ്? ഖത്തർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ജേതാക്കൾ ആരാണ്? ചൈനയാണ്. വേദി ചൈനയിലെ ചെങ്ഡു ആയിരുന്നു. ഓർത്തുവയ്ക്കുക. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ജേതാക്കളാണ് ചൈന. വേദി ചെങ്ഡു ആണ്. ചൈനയിലെ ചെങ്ഡു എന്ന സ്ഥലത്തായിരുന്നു തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് നടന്നിട്ടുള്ളത്. ഒന്ന് ഓർത്തുവയ്ക്കുക കേട്ടോ. അതുപോലെ 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് വേദി എവിടെയായിരുന്നു? ചൈനയിലെ ചെങ്ഡു ആയിരുന്നു. ഇനി 2026 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി നാസയാണ്. പദ്ധതിയുടെ പേര് ഫ്ലോട്ട്. ഓർത്തുവയ്ക്കുക. ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസിയാണ് നാസ. ആ ഒരു പദ്ധതിയുടെ പേരാണ് ഫ്ലോട്ട്. നെക്സ്റ്റ്, അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് ആരാണ്? നെയ്മ ഖാത്തൂൻ. അലിഗഡ് സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂൻ. നെക്സ്റ്റ്, 2023 47ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. മികച്ച ചിത്രം ഏതാണ്? ആട്ടം. മികച്ച ചിത്രം ആട്ടം. അതുപോലെ മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച ചിത്രം ആട്ടം. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി. നെക്സ്റ്റ്, മികച്ച നടൻ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് ബിജു മേനോൻ. ഗരുഡൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് ബിജു മേനോന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അടുത്തത് വിജയരാഘവൻ. പൂക്കാലം എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് വിജയരാഘവന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, മികച്ച നടി. ഇതും 2 പേർക്ക് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ശിവദ. ജവാനും മുല്ലപ്പൂവും എന്ന സിനിമയിൽ അഭിനയിച്ചതിനാണ് ശിവദയ്ക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ സെറിൻ ഷിഹാബ്. ആട്ടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് സെറിൻ ഷിഹാബിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, മികച്ച പരിസ്ഥിതി ചിത്രം ഏതൊക്കെയാണ്? വിത്ത്, അതുപോലെ പച്ചപ്പ് തേടി. മികച്ച പരിസ്ഥിതി ചിത്രം വിത്ത്, അതുപോലെ പച്ചപ്പ് തേടി. നെക്സ്റ്റ്, മികച്ച ഗോത്രഭാഷാ ചിത്രം കുറിഞ്ഞി. മികച്ച ഗോത്രഭാഷാ ചിത്രം കുറിഞ്ഞി. സംവിധാനം ഗിരീഷ് കുന്നുമ്മൽ. അപ്പോൾ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്? ആട്ടം. മികച്ച സംവിധായകൻ ആനന്ദ് ഏകർഷി. മികച്ച നടൻ ബിജു മേനോൻ, അതുപോലെ വിജയരാഘവൻ. മികച്ച നടി ശിവദ, സെറിൻ ഷിഹാബ്. നെക്സ്റ്റ്, മികച്ച പരിസ്ഥിതി ചിത്രം വിത്ത്, പച്ചപ്പ് തേടി. മികച്ച ഗോത്രഭാഷാ ചിത്രം കുറിഞ്ഞി. ഓർത്തുവയ്ക്കുക. അതുപോലെ മികച്ച ബാലതാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരൊക്കെയാണ്? നസീഫ് മുത്താലി. ചാമ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിനാണ് നസീഫ് മുത്താലിയെ മികച്ച ബാലതാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ കുറിഞ്ഞി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ആവണി ആവൂസിനെയും മികച്ച ബാലതാരമായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓർത്തുവയ്ക്കുക. അതുപോലെ ഗാനരചയിതാവ് കെ ജയകുമാർ. സംഗീത സംവിധാനം അജയ് ജോസഫ്. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. പിന്നണി ഗായിക മൃദുല വാര്യർ. അതുപോലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ശ്രീനിവാസൻ. ഓർത്തുവയ്ക്കുക. മികച്ച ബാലതാരം ആരൊക്കെയാണ്? നസീഫ് മുത്താലി, ആവണി ആവൂസ്. മികച്ച ഗാനരചയിതാവ് കെ ജയകുമാർ. സംഗീത സംവിധാനം അജയ് ജോസഫ്. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ. പിന്നണി ഗായിക മൃദുല വാര്യർ. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ശ്രീനിവാസൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബ്രസീൽ. നെക്സ്റ്റ്, സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? കപിൽ സിബൽ. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കപിൽ സിബൽ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആഗ്. കാപ്പ ചുമത്തിയവരെയും പിടികിട്ടാപ്പുള്ളികളെയും പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ആഗ്. നെക്സ്റ്റ്, ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? മണിക ബത്ര. ടേബിൾ ടെന്നീസ് ലോക വനിതാ റാങ്കിങ്ങിൽ ആദ്യ 25-ൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത മണിക ബത്ര. നെക്സ്റ്റ്,
ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ചത് ഏതാണ്? അരുണാചൽ പ്രദേശിലുള്ള സെല ടണൽ. ഓർത്തുവയ്ക്കുക. ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ചത് ഏതാണ്? സെല ടണൽ. അരുണാചൽ പ്രദേശിലുള്ള സെല ടണലാണ് രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള ടണൽ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 ഭൂമിക്കരികിലൂടെ കടന്നുപോകുമെന്ന് നാസ സ്ഥിരീകരിച്ച ചിഹ്നഗ്രഹം ഏതാണ്? 2024 JB2. ഓർത്തുവയ്ക്കുക. 2024 JB2. നെക്സ്റ്റ്, അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച പുതിയ വ്യോമസേന മിസൈൽ ഏതാണ്? ക്രിസ്റ്റൽ മെയ്സ് 2. ക്രിസ്റ്റൽ മെയ്സ് 2. അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച പുതിയ വ്യോമസേന മിസൈൽ ക്രിസ്റ്റൽ മെയ്സ് 2. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? HDFC ബാങ്ക്. HDFC ബാങ്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വെർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്കാണ് HDFC ബാങ്ക്. നെക്സ്റ്റ്, സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ഏതാണ്? ചൈനയാണ്. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ചൈന. സെക്കൻഡ് അമേരിക്ക, തേർഡ് ഇന്ത്യ. ഓർത്തുവയ്ക്കുക. സൗരോർജ്ജ ഉൽപ്പാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ചൈന, രണ്ടാമതായി അമേരിക്ക, മൂന്നാമതായി ഇന്ത്യ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 200 സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി താരം ആരാണ്? സഞ്ജു സാംസൺ. ഓർത്തുവയ്ക്കുക. IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 200 സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി താരമാണ് സഞ്ജു സാംസൺ. നെക്സ്റ്റ്, പ്രശസ്ത കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവൻ ട്രസ്റ്റിൻ്റെ 3ാമത് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്? തുളസീവനം R. രാമചന്ദ്രൻ നായർ. തുളസീവനം R. രാമചന്ദ്രൻ നായർ. ഓർത്തുവയ്ക്കുക. 2022 ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ഡോക്ടർ M. ലീലാവതി. അതുപോലെ 2023 ലഭിച്ചത് C. രാധാകൃഷ്ണൻ. ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പ്രശസ്ത കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വൈഷ്ണവൻ ട്രസ്റ്റിൻ്റെ 3ാമത് വൈഷ്ണവൻ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് തുളസീവനം R. രാമചന്ദ്രൻ നായർ, 2023 C. രാധാകൃഷ്ണൻ, 2022 ഡോക്ടർ M. ലീലാവതി. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതാണ്? കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ. അടുത്തിടെ ഭൂമിയിലുണ്ടായ സൗരോർജ്ജ കൊടുങ്കാറ്റിന് കാരണമായ സൂര്യനിൽ നടന്ന പ്രതിഭാസം ഏതാണ്? കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2024 മേയിൽ ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോടനുബന്ധിച്ച് സെർച്ചിങ്ങിനായി അവതരിപ്പിച്ച AI അസിസ്റ്റൻ്റ് അസ്ത്ര. 2024 മേയിൽ ഗൂഗിളിൻ്റെ വാർഷിക കോൺഫറൻസിനോട് അനുബന്ധിച്ച് സെർച്ചിങ്ങിനായി അവതരിപ്പിച്ച AI അസിസ്റ്റൻ്റ് അസ്ത്ര. നെക്സ്റ്റ്, ക്രിമിനൽ കേസിൽ പ്രതികളായ വ്യക്തികളെ കണ്ടെത്താനായി പോലീസ് പുറത്തിറക്കുന്ന നോട്ടീസ് ഏതാണ്? ബ്ലൂ കോർണർ നോട്ടീസ്. ക്രിമിനൽ കേസിൽ പ്രതികളായ വ്യക്തികളെ കണ്ടെത്താനായി പോലീസ് പുറത്തിറക്കുന്ന നോട്ടീസാണ് ബ്ലൂ കോർണർ നോട്ടീസ്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, വനിതകളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരം KM ദീക്ഷ. വനിതകളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ പുതിയ ദേശീയ റെക്കോർഡ് നേടിയ ഇന്ത്യൻ താരമാണ് KM ദീക്ഷ. നെക്സ്റ്റ്, കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024 ജനുവരി മാർച്ച് കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. രണ്ടാമത് കേരളം. ഓർത്തുവയ്ക്കുക. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 2024 ജനുവരി മാർച്ച് കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ജമ്മു കാശ്മീരിലാണ്. രണ്ടാം സ്ഥാനത്ത് കേരളം. നെക്സ്റ്റ്, അറബിക്കടലിലെ സ്രാവുകളുടെയും തിരണ്ടികളുടെയും ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായി ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ഏതാണ്? ഒമാൻ. അറബിക്കടലിലെ സ്രാവുകളുടെയും തിരണ്ടികളുടെയും ഗവേഷണത്തിനും സംരക്ഷണത്തിനുമായി ഇന്ത്യക്കൊപ്പം സഹകരിക്കുന്ന രാജ്യം ഒമാൻ. നെക്സ്റ്റ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? മിക്കേൽ സ്റ്റാറെ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് മിക്കേൽ സ്റ്റാറെ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി
മൈൻഡ് ബ്ലോവേഴ്സ് ഓർത്തു വയ്ക്കുക. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി മൈൻഡ് ബ്ലോവേഴ്സ് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ല ഏതാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം. നെക്സ്റ്റ്, 2024 50 വർഷം പൂർത്തിയാക്കുന്ന SNDP യോഗത്തിൻ്റെ രണ്ടാമത്തെ മുഖപത്രം ഏതാണ്? യോഗനാഥം. 2024 50 വർഷം പൂർത്തിയാക്കുന്ന SNDP യോഗത്തിൻ്റെ രണ്ടാമത്തെ മുഖപത്രം യോഗനാഥം. അപ്പോൾ ആദ്യത്തെ മുഖപത്രം ഏതായിരുന്നു? വിവേകോദയം. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, MERS കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. MERS കൊറോണ വൈറസ് സ്ഥിരീകരിച്ച രാജ്യമാണ് സൗദി അറേബ്യ. നെക്സ്റ്റ്, 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ആരാണ്? ജെനി എർപ്പൻബെക്ക്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ജെനി എർപ്പൻബെക്ക്. നെക്സ്റ്റ്, 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ നോവൽ കൈറോസ്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ നോവലാണ് കൈറോസ്. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ആരാണ്? ഇബ്രാഹിം റൈസി. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റാണ് ഇബ്രാഹിം റൈസി. നെക്സ്റ്റ്, എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? ക്യാമ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് ക്യാമ കാർത്തികേയൻ. 16 വയസ്സേ ഉള്ളൂ കേട്ടോ അവർക്ക്. നെക്സ്റ്റ്, ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകണ്ഠേശ്വരമാണ്. ഓർത്തു വയ്ക്കുക. ചട്ടമ്പി സ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പി സ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകണ്ഠേശ്വരം. ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ്, 2024 മേയിൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം. രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. നെക്സ്റ്റ്, മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 3ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് ആരാണ്? MV ജനാർദ്ദനൻ. കൃതി പെരുമലയൻ. ഓർത്തു വയ്ക്കുക. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ 3ാമത് സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായത് ആരായിരുന്നു? MV ജനാർദ്ദനൻ. കൃതി പെരുമലയൻ. നെക്സ്റ്റ്, വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണിയെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. നെക്സ്റ്റ്, അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഭൂട്ടാൻ. അക്വാറ്റിക് മത്സരങ്ങൾക്കായുള്ള ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള നീന്തൽക്കുളം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഭൂട്ടാൻ. നെക്സ്റ്റ്, കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? വെനസ്വേല. കാലാവസ്ഥാ വ്യതിയാനം കാരണം എല്ലാ ഹിമാനികളും നഷ്ടപ്പെടുന്ന ആദ്യത്തെ രാജ്യം വെനസ്വേല. നെക്സ്റ്റ്, കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രീനിവാസ് ആർ കുൽക്കർണി. നെക്സ്റ്റ്, ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2. ഇന്ത്യ അന്റാർട്ടിക്കയിൽ സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി 2. നെക്സ്റ്റ്, സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതി സ്പ്ലാഷ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതി ഏതാണ്? സ്പ്ലാഷ്. നെക്സ്റ്റ്, തായ്ലാൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് ആരാണ്? സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെഡ്ഡി സഖ്യം. തായ്ലാൻഡ് ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ആൻഡ് ചിരാഗ് ഷെഡ്ഡി സഖ്യമാണ് ഈ കിരീടം നേടിയിട്ടുള്ളത്. നെക്സ്റ്റ്, 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് ആരാണ്? അലക്സാണ്ടർ സ്വരേവ്, ജർമ്മനി.
ജർമ്മനിയിലെ അലക്സാണ്ടർ സ്വരേവാണ് 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ്. ഓർത്തുവയ്ക്കുക. ഇനി ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസിൻ്റെ വനിതാ കിരീടം നേടിയത് ആരാണ്? പോളണ്ടിലെ ഇഗ സ്വിതെക്. ഓർത്തുവയ്ക്കുക. അപ്പോൾ 2024 ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ജേതാവ് അലക്സാണ്ടർ സ്വരേവ്, ജർമ്മനിയിൽ നിന്നുള്ളത്. അതുപോലെ വനിതാ കിരീടം നേടിയത് ആരാണ്? പോളണ്ടിൽ നിന്നുള്ള ഇഗ സ്വിതെക്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കുന്ന പേടകം ഏതാണ്? ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ വിക്ഷേപിക്കുന്ന പേടകം ക്ലിപ്പർ. നെക്സ്റ്റ്, 2024 ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. 2024 ഫോബ്സ് റിപ്പോർട്ടിംഗ് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നെക്സ്റ്റ്, 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ആരാണ്? മാഞ്ചസ്റ്റർ സിറ്റി. 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. നെക്സ്റ്റ്, 2024 മെയ്യിൽ KSEB ചെയർമാനായി നിയമിതനായത് ആരാണ്? ബിജു പ്രഭാകരൻ. 2024 മെയ്യിൽ KSEB ചെയർമാനായി നിയമിതനായത് ബിജു പ്രഭാകരൻ. നെക്സ്റ്റ്, 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ജിവാൻജി. 2024 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ ലോക റെക്കോർഡോടെ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ദീപ്തി ജിവാൻജി. നെക്സ്റ്റ്, തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPSCയുടെ വജ്രജൂബിലിയോടുമനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകം ഒളിവിലെ ഓർമ്മകൾ. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPSCയുടെ വജ്രജൂബിലിയോടുമനുബന്ധിച്ച് വീണ്ടും അവതരിപ്പിച്ച നാടകം ഏതാണ്? ഒളിവിലെ ഓർമ്മകൾ. സാഹിത്യ അക്കാദമിയുടെ 2021 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരൻ ആരാണ്? റസ്കിൻ ബോണ്ട്. സാഹിത്യ അക്കാദമിയുടെ 2021 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട്. നെക്സ്റ്റ്, വിഷാദ രോഗത്തെ ചികിത്സിക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം തയ്യാറാക്കിയ AI സൈക്യാട്രിസ്റ്റ് പെട്രുഷ്ക. വിഷാദ രോഗത്തെ ചികിത്സിക്കാൻ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം തയ്യാറാക്കിയ AI സൈക്യാട്രിസ്റ്റാണ് പെട്രുഷ്ക. നെക്സ്റ്റ്, കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യു പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹൻ ആരാണ്? സന്തോഷ് ശിവൻ. കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ അജന്യു പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹകൻ സന്തോഷ് ശിവൻ. നെക്സ്റ്റ്, സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നേർവഴി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. നെക്സ്റ്റ്, തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കുവാനുമുള്ള റെയിൽവേയുടെ പദ്ധതി ഏതാണ്? മേരി സഹേലി. തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കുവാനുമുള്ള റെയിൽവേയുടെ പദ്ധതി മേരി സഹേലി. നെക്സ്റ്റ്, മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ആരാണ്? ഹേംചന്ദ് മാഞ്ചി. മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്ന് പത്മശ്രീ പുരസ്കാരം തിരികെ നൽകുന്നതിനായി പ്രഖ്യാപിച്ച പാരമ്പര്യ വൈദ്യൻ ആരാണ്? ഹേംചന്ദ് മാഞ്ചി. അദ്ദേഹത്തിന് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അതൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിച്ച മൂന്നാമത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദവി വഹിച്ച മൂന്നാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, രണ്ടാമത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. മൂന്നാമത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുത്തത് ഏതാണ്? മണികർണിക. സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച 2023 സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുത്തത് മണികർണിക. നെക്സ്റ്റ്,
ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക്. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി, സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ പാം ട്രീ. നികുതി തട്ടിപ്പ് കണ്ടെത്താൻ കേരളത്തിൽ ആക്രി, സ്റ്റീൽ വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ പാം ട്രീ. നെക്സ്റ്റ്, T20 പുരുഷ ലോകകപ്പ് 2024 വേദി എവിടെയാണ്? US, വെസ്റ്റ് ഇൻഡീസ്. T20 പുരുഷ ലോകകപ്പ് 2024 വേദി US, വെസ്റ്റ് ഇൻഡീസ്. അതുപോലെ യൂറോ കപ്പ് 2024 വേദി ജർമ്മനി. നെക്സ്റ്റ്, കോപ്പ അമേരിക്ക 2024 വേദി US. അതുപോലെ ഒളിമ്പിക്സ് 2024 വേദി പാരീസ്. ഓർത്തുവയ്ക്കുക. T20 പുരുഷ ലോകകപ്പ് 2024 വേദി US, അതുപോലെ വെസ്റ്റ് ഇൻഡീസ്. നെക്സ്റ്റ്, യൂറോ കപ്പ് 2024 വേദി ജർമ്മനി. അതുപോലെ കോപ്പ അമേരിക്ക 2024 വേദി US, ഒളിമ്പിക്സ് 2024 വേദി പാരീസ്. നെക്സ്റ്റ്, 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം ഏതാണ്? ഡീസലാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യപ്പെട്ട ഉൽപ്പന്നം ഡീസൽ. നെക്സ്റ്റ്, അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതാണ്? രാജസ്ഥാൻ ഹൈക്കോടതി. അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി രാജസ്ഥാൻ ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ്. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, കൃഷിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി നദീജലത്തിൻ്റെ വിനിയോഗം ക്രമപ്പെടുത്തുന്നതിനെപ്പറ്റി സർക്കാർ നിയോഗിച്ച 8-അംഗ സമിതി ചെയർമാൻ ആരാണ്? ഡോക്ടർ EJ ജെയിംസ്. കൃഷിക്കും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി നദീജലത്തിൻ്റെ വിനിയോഗം ക്രമപ്പെടുത്തുന്നതിനെപ്പറ്റി സർക്കാർ നിയോഗിച്ച 8-അംഗ സമിതി ചെയർമാൻ ഡോക്ടർ EJ ജെയിംസ്. നെക്സ്റ്റ്, സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി റീറ്റെയിൽ ഡയറക്റ്റ് എന്ന മൊബൈൽ ആപ്പ് ആരംഭിച്ചത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി റീറ്റെയിൽ ഡയറക്റ്റ് എന്ന ആപ്പ് ആരംഭിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റീറ്റെയിൽ ഡയറക്റ്റ് എന്ന മൊബൈൽ ആപ്പാണ് കേട്ടോ റിസർവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്, IIT റൂർക്കി തയ്യാറാക്കിയ ഉരുൾപൊട്ടൽ, ഭൂകമ്പം എന്നിവയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ആപ്പ് ഏതാണ്? ഭൂവ്ദേവ്. IIT റൂർക്കി തയ്യാറാക്കിയ ഉരുൾപൊട്ടൽ, ഭൂകമ്പം എന്നിവയെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ആപ്പാണ് ഭൂവ്ദേവ്. നെക്സ്റ്റ്, ഏഷ്യൻ ജിംനാസ്റ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാർക്കർ. ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാർക്കർ.